നമസ്കാരം, നജീബാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ സാധിച്ചതിൽ. അതിന് ആദ്യമായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. കാരണം ഒരു സാധാരണക്കാരന് ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ടോപ്പിക്ക് ഇതാണ്: ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ എങ്ങനെ വളരെ ലളിതമായിക്കൊണ്ട് ഏതൊരു സീറോ ലെവലിലെ ആളുകൾക്കും വിജയിക്കാൻ പറ്റുന്നുള്ള ഒരു അനലൈസിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ പ്രധാന രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പ്രധാനമായിട്ടും കാണുന്നതിൻ്റെ 4 ബേസിക് തന്നെയാണ്. 4 ബേസിക് ഫസ്റ്റിൽ നമ്മൾ അതിൻ്റെ ലിസ്റ്റ് ബിൽഡ് ചെയ്യും. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, അതിൻ്റെ കാതലായിട്ടുള്ള വശം അതിൻ്റെ 4 ബേസിക്കാണ്. അതിൽ നമ്പർ 1 ആയിട്ട് ഉള്ളത് ലിസ്റ്റ് ബിൽഡിംഗ്, പ്രോപ്പർ ലിസ്റ്റ് ബിൽഡിംഗ്. അടുത്ത സ്റ്റെപ്പാണ് ഇൻവൈറ്റിംഗ്. ഒരുപാട് സുഹൃത്തുക്കളും നാട്ടുകാരും കുടുംബക്കാരും പരിചയക്കാരും ഒക്കെ നമ്മൾക്ക് ഉണ്ടാവും, അയൽവാസികളൊക്കെ ഉണ്ടാവും. അതിൽ പറ്റാവുന്ന ആളുകളെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. ഈ പ്രോഗ്രാം, ഈ ബിസിനസ് അവസരം പറഞ്ഞു കൊടുക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. നമ്പർ 2 ആൻഡ് നമ്പർ 3, ഷോ ദ പ്ലാൻ. ഈ അവസരം അവർക്ക് വളരെ വ്യക്തമായിട്ട് ലളിതമായിട്ടും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. നാലാമത്തത് 4 ബേസിക്കിലെ നാലാമത്തെ കാര്യം ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് ആൻഡ് ക്ലോസിങ്. ഈ 4 പ്രധാന കാരണം 4 ബേസിക് ഇതിൻ്റെ നട്ടെല്ലാണ്. ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രധാന പോയിൻ്റാണ് റീറ്റെയിലിംഗ്. റീറ്റെയിലിംഗ് എന്നുള്ള ഡയറക്റ്റ് സെല്ലിങ്ങിലെ ഒരു പ്രധാന വിഷയമാണ്. ആ ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്രോപ്പറായിട്ട് റീറ്റെയിൽ ചെയ്യാൻ പഠിച്ചാൽ, റീറ്റെയിൽ ചെയ്ത് തുടങ്ങിയാൽ, അത് ഒരു ശീലമാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഉന്നതങ്ങളിൽ ഏറ്റവും വലിയ ഹൈ ലെവൽ ലൈഫ് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് എങ്ങനെ റീറ്റെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ചെറിയ അറിവ് വെച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളും കണ്ടിട്ടുണ്ട്. പല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിലും വളരെ ശക്തമായിട്ട് ഒരുപാട് അച്ചീവ്മെൻറ്റ് നേടിയ ലീഡേഴ്സിനെയും കാണാറുണ്ട്. എന്നാൽ നമ്മൾ പ്രവർത്തിക്കുന്ന കമ്പനിയിലും ഒരുപാട് ലീഡേഴ്സിനെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതേ കമ്പനിയിൽ തന്നെ ഒരുപാട് ലീഡേഴ്സിനെ കാര്യമായിട്ടുള്ള അച്ചീവ്മെൻ്റൊന്നും ഇല്ലാതെ എന്നും ഒരേ റാങ്കിൽ തന്നെ, ഏറെക്കാലവും ഒരേ റാങ്കിൽ തന്നെ നിൽക്കുന്ന ലീഡേഴ്സിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് അവർ തമ്മിലുള്ളൊരു വ്യത്യാസം? സക്സസ് ആയ ആളുകളെക്കുറിച്ച് പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, എൻ്റെ ടീമിന് മനസ്സിലായി, അവരൊരു സിസ്റ്റം ഫോളോവർ ആയിരുന്നു. കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷന് ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം ഫോളോവർ ആയിരുന്നു. സിസ്റ്റം എന്തു പറയുന്നു അത് അച്ചടി അവർ ഉൾക്കൊണ്ട് അതിന് പ്രവർത്തിച്ച ആളുകളായിരുന്നു. എന്നാൽ വിജയിക്കാത്ത, കാര്യമായിട്ട് അച്ചീവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ആളുകളെക്കുറിച്ച് പഠിച്ച സമയത്ത് മനസ്സിലായത്, അവർ സിസ്റ്റം ഉണ്ട്, പ്രോപ്പർ സിസ്റ്റവും പ്രോഡക്റ്റും സർവീസും ഒക്കെ കമ്പനീൻ്റെ ഉണ്ട്. പക്ഷേ അവർ അവരുടെ സ്വന്തമായിട്ടുള്ള നിലക്കുള്ള സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടായിരുന്നു അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് അവർക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ വിജയങ്ങളോ ഒന്നും കാണുന്നില്ല. കാരണം അവർ വിജയിക്കുകയാണെങ്കിൽ അവർ ഒരുപാട് മേഖല ചെയ്ത ആളുകളായിരിക്കും, ജോലി ചെയ്ത ആളുകളായിരിക്കാം, ബിസിനസ് ചെയ്ത ആളുകളായിരിക്കാം. ഇതിലൊന്നും അവർ കാര്യമായിട്ടുള്ള വിജയമൊന്നും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിലും വന്നിട്ട് അതേ ചിന്താഗതിയിൽ അതേ രൂപത്തിൽ പ്രവർത്തിച്ചാൽ ആദ്യം എന്താണോ അതിൻ്റെ മേലേക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആയതുകൊണ്ട് കമ്പനീൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ സിസ്റ്റത്തിന് നമ്മൾ ഈ സക്സസ് ആവാൻ ഉദ്ദേശിച്ച ആളുകൾ സറണ്ടർ ആയേ പറ്റൂ. എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു പ്രവൃത്തിയെ വളരെ നിസ്സാരമായി വളരെ ചെറിയ സമയം കൊണ്ട് ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്ന സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഉപകരണത്തെ പറയുന്ന പേരാണ് സിസ്റ്റം.
ഉദാഹരണത്തിൽ നമ്മൾ നാട്ടിൻപുറത്തുള്ള ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. യെസ്, നമ്മളെല്ലായിടത്തും അധികം കാണുന്ന ഒരു യന്ത്രമാണ് JCB അല്ലേ, മണ്ണ് മാന്തി യന്ത്രം. അതൊരു പ്രോപ്പർ സിസ്റ്റം ആണെങ്കിൽ എന്ന് പറയാൻ പറ്റും. എന്താണ് മണ്ണ് മാന്തി യന്ത്രം ചെയ്യുന്നത്? ഒരു വ്യക്തി ഓപ്പറേറ്റ് ചെയ്യുന്നു, അത് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ 100 കണക്കിന് ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ നിമിഷ നേരം കൊണ്ട് ചെയ്തു തീർക്കാൻ ഉപയോഗിക്കുന്നു JCB. അതിനൊരു സിസ്റ്റം എന്ന് പറയാൻ പറ്റും. വേറെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടിൻപുറത്തും എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു സംഭവമാണ് ക്രെയിനുകൾ അല്ലേ. ഇപ്പോൾ ഒരു മനുഷ്യനെ നേരിട്ട് എടുത്ത് പൊക്കാൻ കഴിയാത്ത വെയിറ്റുള്ള നല്ല വെയിറ്റുള്ള തടിയാവാം, കോൺക്രീറ്റ് വലിയ പില്ലറാവാം, എന്തോ ആവാം, ഹെവി വെയിറ്റുള്ള സാധനങ്ങൾ ലിഫ്റ്റ് പൊക്കി വെക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനോ ഒരു വ്യക്തി വിചാരിച്ചാൽ 100 കണക്കിന് വ്യക്തികൾ കൂടി ചെയ്ത് പ്രവർത്തിക്കേണ്ട ആ പ്രവൃത്തി ഈ ക്രെയിന് ചെയ്യും. അപ്പോൾ അതിനൊരു സിസ്റ്റം എന്ന് പറയും. എന്നതുപോലെ നമ്മൾക്ക് ഈ ബിസിനസ്സിൽ ഡയറക്റ്റ് സെല്ലിങ്ങിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ സിസ്റ്റം, 100 കണക്കിന് ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്താൽ നമ്മൾക്ക് ഈ സിസ്റ്റം ഉപകരിക്കും. നമ്മൾ 50 വർഷമോ 40 വർഷമോ ട്രഡീഷണൽ ആയിട്ട് ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ചെയ്യുന്ന അതേ അച്ചീവ്മെൻറ്റ് ഒരു 0 ലെവലിൽ സാധാരണ ആളുകൾക്ക് 2 മുതൽ 5 വർഷം വരെ പ്രവർത്തിച്ചാൽ ഈ സിസ്റ്റത്തിലൂടെ അവർക്ക് നേടാൻ കഴിയുന്നതാണ് പ്രധാന കാര്യം. സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാന ഒരു ഭാഗമാണ് റീറ്റെയിലിംഗ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാവരും ബിസിനസ്സിൽ വന്ന ആളുകളാണ്, വിജയിക്കണം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയും പ്രവർത്തിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ വിജയിച്ചേ പറ്റുള്ളൂ. വിജയിക്കണമെങ്കിൽ 4 ബേസിക് നിർബന്ധമാണെന്ന് പറഞ്ഞു. പിന്നെ അടുത്തൊരു ഭാഗം എന്നുള്ളത് റീറ്റെയിലിംഗ് ആണ്. റീറ്റെയിലിംഗ് ഒട്ടുമിക്ക ഡയറക്റ്റ് സെല്ലേഴ്സും സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രോഡക്റ്റ് എടുക്കും, അത് കുറച്ച് ആളുകൾക്ക് കൊടുക്കും, പിന്നെ റീപർച്ചേസോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റീറ്റെയിലിംഗ് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എടുക്കുന്നു, വിൽക്കുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റമർ ക്രിയേറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ ആളുകൾ ഒക്കെ വിചാരിച്ചിരിക്കുന്നത് റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ വീടാന്തരം കൊണ്ട് നടന്ന് വിൽക്കുന്ന ഒരു കച്ചവടമാണ് റീറ്റെയിലിംഗ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കൾ അത് മനസ്സിലാക്കുക, അത് തെറ്റായ അതൊരു ധാരണയാണ്. പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? എന്താണ് റീറ്റെയിലിംഗ്? നമ്മൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് എല്ലാ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും എല്ലാ ഷോപ്പുകളും ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നത് കസ്റ്റമർ ക്രിയേഷനാണ്. നമ്മളെങ്ങനെ ഇവിടെ വർക്കൗട്ട് ആക്കുന്നു എന്ന് ചിന്തിക്കുക. അല്ലാതെ ഈ സോപ്പ് പേസ്റ്റ് പണ്ട് നമ്മൾ കണ്ടില്ലേ, പപ്പടമൊക്കെ വിൽക്കുന്നു അല്ലേ. പപ്പടക്കാർ മോശമായതുകൊണ്ടല്ല, അവരോരോ വീടാന്തരം കയറി ഇറങ്ങി വിൽക്കുന്നു അല്ലേ, ഡോർ ടു ഡോർ സെല്ലിങ് അതൊക്കെ പറയും. പക്ഷെ അത് ഒട്ടുമിക്ക ആളുകൾക്കും അത് ഇഷ്ടപ്പെടുന്നില്ല, അവർക്കത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ നമ്മൾ കസ്റ്റമർ ക്രിയേഷനാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് കസ്റ്റമർ ക്രിയേഷൻ? നമ്മൾ ഒരുപാട് അയൽവാസികൾ നമ്മൾക്കുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, പരിചയക്കാരുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, നമ്മളൊരു സമൂഹമായിട്ടാണല്ലോ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന അവരോട് നമ്മൾ ചെന്ന് പറയുന്നു. ഉദാഹരണം, നമ്മൾ അയൽവാസിനോട് ചെന്ന് പറയും, ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്, ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഒരു കടയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു കടയിൽ നിന്ന് 1000-നോ 500-നോ വാട്ടവർ എത്ര സംഖ്യക്കാരിൽ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നുണ്ട്, അതേ ഉൽപ്പന്നം ഞാൻ നിങ്ങൾക്ക് തരാം, ഈ പ്രാവശ്യത്തേക്ക് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് ഒരു പ്രാവശ്യം വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറാവും. അല്ലാതെ നമ്മളിവിടെ ആളെ പിടിക്കാനോ ആളെ ചേർത്താനോ ആളെ പിന്നാലെ മസ്കടിച്ച് നടക്കാനോ ഒന്നും നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ അവരുടെ ശീലങ്ങളൊന്നും മാറ്റാൻ തയ്യാറാവുന്നില്ല, മറിച്ച് അവരുടെ പർച്ചേസിങ് രീതി ഒന്ന് മാറ്റാനാണ് തയ്യാറാവുന്നത്.
അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങിൻ്റെ രീതി മാറ്റാൻ തയ്യാറായ ഒരുപാട് വ്യക്തികൾ നമ്മളെ കൂടെ വരും. അപ്പോൾ അവർക്ക് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കണം. പ്രോഡക്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വേണം. പ്രോഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കാൻ കഴിയുള്ളൂ. ആ പ്രോഡക്റ്റ് നിർബന്ധമാണ്. ഈ പ്രോഡക്റ്റ് അവർക്ക് കൊടുത്ത് അവരത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കത് ഇഷ്ടപ്പെടും. നിങ്ങൾ പ്രോഡക്റ്റ് ആർക്ക് കൊടുത്താലും അതിൽ ഈ 75% അല്ലെങ്കിൽ 90% അവർ വീണ്ടും ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റുകളായിരിക്കും നമ്മളത്. കാരണം അതിന് പ്രൂവൺ ചെയ്ത പ്രോഡക്റ്റാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ റീപർച്ചേസിങ് നടക്കണം. കാരണം ഒരു പ്രാവശ്യം പ്രോഡക്റ്റ് കൊടുത്താൽ അത് കഴിഞ്ഞല്ലോ. കഴിഞ്ഞ പ്രോഡക്റ്റ് വീണ്ടും നമ്മളത് തിരിച്ച് റീപർച്ചേസ് മസ്റ്റായിട്ട് ചെയ്യണം. കാരണം നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ നോക്കി നോക്കുക, അവിടെ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ, ഷോപ്പിൽ അലമാരയിൽ തട്ടിലിങ്ങനെ പ്രോഡക്റ്റുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. അത് ഉൽപ്പന്നങ്ങൾ തീരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, അത് റീഫില്ല് ചെയ്യുന്നു അല്ലേ. അതായത് തട്ടുകളില്ലേ, പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര, ഇല്ലെങ്കിൽ ചായപ്പൊടി, അല്ലെങ്കിൽ പേസ്റ്റ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, വാട്ടവർ എന്ത് ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, അത് കഴിഞ്ഞാൽ അവർ വീണ്ടും അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നതുപോലെ നമ്മളതിൽ ഇത് പ്രധാനമാണ്. അല്ലാതെ അവർ പ്രോഡക്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഫുൾഫിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെ കച്ചവടം നടക്കുമോ? ഒരിക്കലുമില്ല. അതേ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ട്രഡീഷണൽ ബിസിനസ് എങ്ങനെ ചെയ്യുന്നു അതേ ആറ്റിറ്റ്യൂഡിലൂടെ ഡയറക്റ്റ് സെല്ലിങ്ങിൽ റീപർച്ചേസും റീക്രിയേഷൻ നമ്മൾ ചെയ്തേ പറ്റൂ. എന്നാൽ നമുക്ക് നല്ലൊരു വിജയം നേടാൻ പറ്റും. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ കസ്റ്റമറെ റീക്രിയേറ്റ് നിർബന്ധമാണ്. മെയിൻ്റനൻസ് കസ്റ്റമർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞാൽ അവർ വീണ്ടും ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉൽപ്പന്നം കൊടുക്കാൻ വേണം. ഉദാഹരണത്തിന് പേസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേസ്റ്റ് തന്നെ എടുത്തു കൊടുക്കാൻ കഴിയണം. പേസ്റ്റിന് ബദൽ നമ്മൾ സോപ്പ് കൊടുത്തിട്ട് കാര്യമില്ല, പേസ്റ്റ് തന്നെ വേണം. അതിന് നമ്മളതിൽ സ്റ്റോക്ക് വേണം. ഇപ്പോൾ ഒരു കവചപ്രാശം ഒരാൾ ചോദിച്ചു, കൊടുക്കാൻ നമ്മൾക്ക് പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ അപ്പോൾ ആ കച്ചവടം അവിടെ കുളമായി. പിന്നീട് നമ്മൾ കവചപ്രാശം കൊടുന്നിട്ട് പിന്നെ അവർക്ക് വിളിക്കുമ്പോൾ അല്ല അത് ഞാൻ വേറെ സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ പിന്നെ വിളിക്കാം, നാളെ ആവട്ടെ, ഞാൻ ക്യാഷ് ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഇത് പറഞ്ഞിട്ട് ആ കസ്റ്റമറിനെ നമുക്കൊരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. പ്രോപ്പർ റീപർച്ചേസ് നമ്മൾ ചെയ്തിരിക്കണം. നമ്മളെ ഷോപ്പ് ഫുൾ ഫില്ലായിരിക്കണം ഫുൾ ടൈം. കഴിഞ്ഞ പ്രോഡക്റ്റ് വീണ്ടും വാങ്ങി നമ്മൾ സ്റ്റോക്ക് ചെയ്തേ പറ്റൂ. ആയതുകൊണ്ട് ഇതുപോലെ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഉൽപ്പന്നങ്ങൾ എടുക്കുക, വിൽക്കുക, കസ്റ്റമറെ സർവീസ് ചെയ്യുക, ഈ രൂപത്തിൽ നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിനെ കണ്ടാൽ ഒരു സംശയമില്ല നമുക്ക് ഹൈലി ഇൻകം നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അടുത്തൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ പറയാനുള്ളത് പ്രോപ്പർ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുക, കസ്റ്റമറെ സർവീസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള അറിവും കഴിവും തിരിച്ചറിവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.